യഹോവ ചുറ്റുമുള്ള സകല ശത്രുക്കളെയും അടക്കി രാജാവിന് സ്വസ്ഥത നൽകിയ ശേഷം രാജാവ് തൻ്റെ അരമനയിൽ വസിക്കും കാലത്ത് ഒരിക്കൽ രാജാവ് നാഥാൻ പ്രവാചകനോട്, ഇതാ ഞാൻ ദേവദാരു കൊണ്ടുള്ള അരമനയിൽ വസിക്കുന്നു, ദൈവത്തിൻ്റെ പെട്ടകമോ തിരശ്ശീലയ്ക്ക് അകത്ത് ഇരിക്കുന്നു എന്ന് പറഞ്ഞു. നാഥാൻ രാജാവിനോട്, നീ ചെന്ന് നിന്റെ മനസ്സിലുള്ളതൊക്കെയും ചെയ്തു കൊള്ളുക, യഹോവ നിന്നോടുകൂടി ഉണ്ട് എന്ന് പറഞ്ഞു. എന്നാൽ അന്ന് രാത്രി യഹോവയുടെ അരുളപ്പാട് നാഥാൻ ഉണ്ടായത് എന്തെന്നാൽ, എൻ്റെ ദാസനായ ദാവീദിനോട് നീ ചെന്ന് പറക, യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ അധിവസിക്കേണ്ടതിന് നീ എനിക്ക് ഒരു ആലയം പണിയുമോ? ഞാൻ ഇസ്രായേൽ മക്കളെ മിസ്രൈമിൽ നിന്ന് പുറപ്പെടുവിച്ച നാൾ മുതൽ ഇന്നുവരെയും ഞാൻ ഒരു ആലയത്തിൽ അധിവസിക്കാതെ കൂടാരത്തിലും നിവാസത്തിലുമല്ലോ സഞ്ചരിച്ച് വരുന്നത്. ശമൂവേലിന്റെ 2-ാം പുസ്തകം 7-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ. നമ്മുടെ അവസ്ഥയെയും ദൈവിക അവസ്ഥയും ഒന്ന് തുലനം ചെയ്യുന്നത് എപ്പോഴും നന്നായിരിക്കും. ദൈവം എത്രയോ അത്യുന്നതൻ. ആ ദൈവത്തിൻ്റെ കൃപാകടാക്ഷമാണ് നാം ജീവിക്കുന്നതും ചരിക്കുന്നതും ഇരിക്കുന്നതും. ആയതിനാൽ ദൈവ ഭയവും ദൈവിക ചിന്തയുമുള്ളവരായി ഇരിക്കുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ആമേൻ.